ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. 2-3 ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, വല്ലാത്തൊരു വിഷമത്തിലൂടെയാണ് കേട്ടോ നമ്മൾ ഈ 2-3 ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, ആൾ നമ്മളെ വിട്ട് പോയിട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾ മുന്നിൽ വന്ന് നിൽക്കും കേട്ടോ. എത്രയൊക്കെ നമ്മൾ ഇങ്ങനെ മറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആളുടെ ഫോട്ടോസും വീഡിയോസും ആൾ കിടക്കുന്ന സ്ഥലമൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ എമോഷണലായിട്ട് പോകും കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ വീട്ടിൽ പെറ്റ്സൊക്കെ ഉള്ള അവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു പൂച്ച പോയി എന്തിനാണ് ഇത്ര വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയ ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകും. ഒരു അമ്മയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബേബീനെ കയ്യിൽ കിട്ടിയ ദിവസമായിരിക്കില്ലേ. അപ്പോൾ എനിക്കെൻ്റെ ഫൈസി കുട്ടീനെ ആദ്യമായിട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടി. അതായത് ഞാൻ ആദ്യമായിട്ടൊരു ഉമ്മയായ ദിവസമാണ് ജൂലൈ. ഇനിയിപ്പോൾ എത്രയൊക്കെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഫസ്റ്റ് ബേബി എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കുട്ടിയുടെ ബർത്ത്ഡേ അതും നമുക്ക് സ്പെഷ്യൽ ഡേ ആയിരിക്കുമല്ലോ. ആ ഒരു സ്പെഷ്യൽ ഡേയിലാണ് കേട്ടോ നമ്മളെ പൂച്ചക്കുട്ടിക്ക് അപകടം പറ്റുന്നത്. ജൂലൈ 5 രാവിലെ നമ്മളൊക്കെ എഴുന്നേറ്റ് വാല് തുറന്നതും നമ്മുടെ പൂച്ച പുറത്തു പോയി. ആൾ പുറത്ത് പോലും വരലും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയതും ഒരു 5-6 പട്ടികളൊക്കെ ഉണ്ട് വന്ന് ആളെ കടിച്ച് കുടഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് നമുക്കും അറിയില്ല. നമ്മൾ ഒച്ചയൊക്കെ കേട്ട് പുറത്തിറങ്ങി പട്ടികളൊക്കെ ഓടിച്ചു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. വയറിൻ്റെ അവിടെ ചെറുതായിട്ടൊരു മുറിവുണ്ട്, അതിന് സ്റ്റിച്ചൊക്കെ ഇട്ട് തന്ന്. പിന്നെ നട്ടലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഫുഡൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയായിക്കോളും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ സമാധാനത്തിൽ നമ്മൾ വീട്ടിലേക്ക് വന്നു. പക്ഷേ വീട്ടിലെത്തി രാത്രിയൊക്കെ ആയപ്പോഴും ആളൊന്നും കഴിക്കുന്നില്ല. പാലും വെള്ളവും പിന്നെ ക്യാറ്റ് ഫുഡും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ആളൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്നലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ആൾ നമ്മൾ വിട്ടു പോയത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഇതോടുകൂടി ഞാനൊരു തീരുമാനം കൂടി എടുത്തു കേട്ടോ. ഇനി മേലാൽ വീട്ടിലേക്ക് പൂച്ചക്കുട്ടിനെ വാങ്ങിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത്. കാരണം അവരുണ്ടാകുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ ഇതേപോലെ ഒരു അപകടമൊക്കെ പറ്റി അവർ പോകുമ്പോൾ നമുക്ക് അത്രയും വിഷമമാണ്. പെറ്റ്സിനെയൊക്കെ നോക്കുന്നവർ നന്നായിട്ട് കെയർ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്നും ഒരു തീരാ ദുഃഖമായിരിക്കും.